ഞാൻ സൺസ്ക്രീൻ എടുത്തില്ലമ്മേ. സൺസ്ക്രീൻ വലിയ വെയിലല്ലേ തളച്ചി. അതൊന്നും എനിക്ക് വേണ്ട. അതൊന്നും വെച്ച് സൺസ്ക്രീൻ ഒന്നും അല്ല. വെയിൽ അമ്മച്ചി വെയിലടിക്കുന്നത് അകത്തോട്ടാ അടിക്കുന്നത്, അല്ലാതെ ക്രീം ഉണ്ട് തേച്ചെന്ന് പറഞ്ഞോണ്ട് വെയിൽ അവിടെ നിൽക്കത്തില്ല. ഇറങ്ങ്. ഹായ് പോക്കീസ്. ഞാനും അമ്മയും പുറക്കാൻ പോവാണ്. അപ്പം ഞങ്ങൾ ജനിച്ചില്ല എന്നാ വളർന്ന വീട്ടിൽ പോവാ. അത് ഒന്ന് കാണിക്കാവേ. അതെ, ജനിച്ചത് കടമ്പുഴ ആശുപത്രിയിൽ. അതുകൊണ്ട് ജനിച്ച് വളർന്ന വീടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. മിനി ചേർന്ന് നോക്ക്. ഓ, സൺകിസ്റ്റ് ആണോ രാവിലെ മിനി? സുന്ദരിയാണല്ലോ. ഓക്കെ, പ്രീ വർക്കൗട്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഉണക്കമുന്തിരി തിന്നുകൊണ്ട് പോവാം. മിനിയമ്മയുടെ ഫ്രണ്ടിനെ കാണാൻ വന്ന. ഫ്രണ്ടിന് ഇച്ചിരി ഉണക്കമുന്തിരി കൊടുക്കുക മിനിയമ്മ. തിന്നോ? താഴെ കളഞ്ഞോ? നീ എന്താ? എനിക്കില്ല. പോ മിനിയമ്മ. ചിരിച്ച മിനിയെന്ന്. സുന്ദരിയാട്ടോ മിനി. വിഷമാണിക്കേ. കിളികളുടെ കളരവരവം. ഇവിടെ മല പോകുന്ന വഴി. വഴിയിലോട്ട് പോകും. ഇങ്ങനെ തണുപ്പ് പിടിച്ചു. മിനിമിക്ക് അവിടെ നിറച്ചും കൂട്ടുകാരാ. മിനിമിക്ക് എല്ലായിടത്തും കൂട്ടുകാരാ. അവിടെ പൈങ്ങനെ നിൽക്കുമ്പോഴത്തേനും മറ്റേ ചേച്ചിയുടെ മോളല്ലേ അങ്ങനെയാണ് അവിടെ ചോദിക്കുന്നത്. മിനിയമ്മനെ വെകിളിയായുണ്ട്. ഞാൻ മിനിയമ്മയെ പോലെ വെകിളിയാണല്ലോ അല്ലേ. ഞാൻ മിനിയുടെ മോളാ. ഹലോ, മിനിയുടെ മോളാണ് വിളിക്കുന്നേ. ചേച്ചി എന്നെ തരുവാറായോ? രാവിലെ തണുപ്പത്ത് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി ഇറങ്ങി നിൽക്കുക. ഒരു ഹായ് കാണിക്കാവോ? വ്ളോഗാ, യൂട്യൂബ്. ഒളിഞ്ഞിരിക്കുന്ന ആളെ ഒരു വ്ളോഗ് കാണിക്കാവോ? ഹായ്. ഓക്കെ. രസമല്ലേ? ദിസ് ഈസ് കോൾഡ് ഹൈഡ്രാഞ്ചിയ. മിനിയമ്മ എനിക്ക് ഒരു സുഗന്ധരാജൻ പൂ പറിച്ചു തന്നു. സുഗന്ധരാജൻ്റെ ഇംഗ്ലീഷ് എന്നാണ്. ഞങ്ങൾ അവിടെ താഴെ ചെല്ലണം. അവിടെ താഴെ ചെന്നിട്ട് അവിടുന്ന് കുറച്ചുകൂടെ നടക്കണം. അപ്പം നമ്മുടെ വീട്ടിലോട്ട് എത്തും. ഇതൊക്കെ ഓരോരോ വീട്ടുകാരുടെ പറമ്പിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അവിടെ കൂടെയുള്ള വഴികളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. എന്ത് സൈലൻസ് ആണെന്ന് നോക്കിയേ. അവിടെ കണ്ടോ സൺലൈറ്റൊക്കെ കണ്ടോ? നല്ല രസമല്ലേ? എന്ത് സമാധാനം ഒന്ന് നോക്കി. ഇവിടെയൊക്കെ വല്ല സൗണ്ട് കേൾക്കണമെങ്കിൽ വല്ല പുല്ല് കിട്ടുന്ന സൗണ്ടോ വല്ല കോടാലിയിട്ട് ചെത്തുന്ന കത്തിയിട്ട് ചെത്തുന്നതോ അതെ തടി മുറിക്കുന്ന ഒച്ചയോ, അതെ കിളികളുടെ കളകളാരവം. അല്ലാതെ മനുഷ്യനുണ്ടാക്കുന്ന സൗണ്ട് ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളത് ഫുള്ള് നമ്മുടെ കിളികളുടെ കളകളാരവം. കണ്ട വെള്ളത്തിൻ്റെ ഒഴുക്ക്. നമ്മുടെ തോട്ടി വെള്ളം ഉണ്ടോ അമ്മേ? ഓ, പൊളിക്കും ഞാനിന്ന്. അതൊക്കെ ഉള്ളൂ. ഭയങ്കര കാമാണ്. നമ്മളൊരു ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പേഴ്സൺ സിറ്റിയിലൊക്കെ ഇരുന്ന് മടുത്തിരിക്കുന്ന ഒരാൾ ഇവിടെയൊക്കെ വന്ന് ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് സെറോട്ടോണിൻ, ഡോപ്പമൈൻ ഒക്കെ റിലീസാവും. അപ്പോൾ നമുക്ക് കുറച്ച് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. അല്ലാതെ ഒരു റിസോർട്ടിൽ പോയി കിടന്ന് വണ്ടിയിട്ട് അടിച്ച് ട്രാഫിക്കും എല്ലാം കാണിച്ച് ഈ വാഗമണിലൊക്കെ പോയി എന്നെ ട്രാഫിക്കാണ്. പക്ഷെ നല്ല സ്പോട്ടുണ്ട് കേട്ടോ വാഗമണിൽ. അങ്ങനെ ഞാൻ പറയാതിരിക്കുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് സൂപ്പറായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ
പിന്നെ ഒരു റിസോർട്ടിൽ പോയി റൂം എടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ കുത്തനെയുള്ള ഇറക്കാൻ ചാടി ചാടി ഇറങ്ങാൻ പറ്റുമോ? മിനി ജോർജിനെ നോക്കിയാൽ പ്രോയാ ഇവിടെ. മിനി ജോർജ് നോക്കിയേ, മിനി ജോർജ് ഇവിടുത്തെ പ്രോയ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ വല്ലതൊക്കെ ചെയ്യണം. വല്ലതൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ വെള്ളം കയറ്റി വിടുന്ന പ്രക്രിയ കാണിക്കാം. ഇവിടെ നമ്മളെല്ലായിടത്തും നിന്ന് ഓലിക്കകത്തുനിന്ന് ഓസിട്ടേക്കുക. അപ്പം നമ്മൾ ഓസ് നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ ഓസ് കണക്ട് ചെയ്ത് വിടും. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോഴത്തേനും ഓസ് കണക്ട് ചെയ്ത് വിട്ടിട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും, പുറമേ നിന്ന് ഡയറക്റ്റ് ഓലിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വെള്ളം വരും. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ വെള്ളം പ്രക്രിയ. നമുക്ക് മിനി ജോർജ് കണക്ട് ചെയ്യുന്നു. ആദ്യമേ കുറച്ച് ചെളിവെള്ളം വരും. അപ്പോൾ അതെല്ലാം അമ്മ വലിച്ചു വിടും. വലിച്ചു വിടാൻ വെള്ളം ഈ അമ്മ അതിന് നമ്മുടെ ഓസുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, നമുക്കിപ്പോൾ വീട്ടിൽ വെള്ളം കിട്ടും. അത് നല്ല സൂപ്പർ വെള്ളം. ആ ശരി, എന്നാ നമ്മുടെ ഏലത്തിന് വെള്ളം ഒഴിക്കാനാണ് കേട്ടോ. ഇത് കാപ്പിത്തോട്ടം കണ്ടോ, ഇപ്പം നമ്മുടെ അല്ല, നമ്മൾ പറഞ്ഞ കുറുക്കറിയുന്ന പറമ്പിലെ അവരുടെയാണ്. മാവ്, ഈ മാവിൻ്റെ മാങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഒത്തിരി തിന്നുമായിരുന്നു, ഒത്തിരി വീഴുമായിരുന്നു. നമ്മുടെ പറമ്പിൽ ഒത്തിരി മാവുണ്ട്. ദിസ് ഈസ് ഓൾ കാപ്പി ഗൈസ്. കണ്ടോ, ഒന്ന് പൂത്തു, ഇനി ഒന്നുകൂടെ പൂക്കാന്നാണ് മിനിയം പറയുന്നത്. മഞ്ഞ് വീഴുന്നോ? തണുപ്പ് എന്തോരം വരുന്നോ അതനുസരിച്ച് കാപ്പി പൂക്കും. ഇത് നമ്മുടെ പറമ്പായി. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഇതുണ്ട്, ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ബോർഡർ. ഈ ഓലി ഇവിടെ ഇങ്ങനെ വരുന്നത്, ഇതാണ് നമ്മുടെ ബോർഡർ. ഇത് നമ്മുടെ പറമ്പ. ഞാനും കുഞ്ഞാരി രാവിലെ എണീക്കും. രാവിലെ എൻ്റെ വീട് കണ്ടോ, ഇതായിരുന്നു വീട്. ഓക്കെ, ഇതാണ് വീട്, പഴയ വീട്. രാവിലെ എണീറ്റ് ഞങ്ങൾ ചാച്ചനെ തോപ്പിക്കാൻ വേണ്ടി, ചാച്ചൻ ആദ്യമേ മാങ്ങാപ്പഴം എല്ലാം പിറക്കും. എന്നിട്ട് ചാച്ചൻ രഹസ്യമായിട്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് ചാച്ചൻ ഇച്ചിരിച്ചേ തരത്തുള്ളൂ. ഞങ്ങൾക്ക് ഒത്തിരി തിന്നണം. അപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യും, ഞങ്ങൾ രാവിലെ എണീറ്റ് ഇവിടെ ഞങ്ങൾ രണ്ടും കൂടെ മത്സരിച്ച് മാങ്ങ പിറക്കും. ഇവിടെ എല്ലാം മാങ്ങ വീഴും, ഒത്തിരി മാങ്ങ വീഴും, നിറയെ മാങ്ങ വീഴും. ഇവിടെ നമുക്ക് ഇതൊരു മൂവാണ്ടനുണ്ട്. ഇതിനെന്നാന്ന് എനിക്ക് അറിയത്തില്ല പറയുന്നത്. ഇതാണെങ്കിൽ ഇത് നാരില്ലാത്തതാണ്. ഇതിന് നാരില്ല, ഇതിട്ട് ഭയങ്കര യമ്മിയാണ്. ചാച്ചന് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മിനിയമ്മയ്ക്ക് ഇതാണ് ഇഷ്ടം, മൂവാണ്ടന്. പിന്നെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് മാങ്ങ വീഴത്തുള്ളൂ. ഇതിന് ഇച്ചിരിച്ച് മാങ്ങ വീഴുള്ളൂ. അപ്പോൾ നമ്മൾ അന്നേരം മിനിയമ്മയ്ക്ക് കൊടുക്കും. മിനിയമ്മയ്ക്ക് ആ നാരുള്ള മാങ്ങ മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ അവിടെ ഒരു കുഞ്ഞ് കണ്ണിമാങ്ങ മരം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളെല്ലാം കാട്ടുമാങ്ങയായിരുന്നു. അതിനെ അങ്ങനെ പഴുക്കാൻ വിടത്തില്ലായിരുന്നു. അതിനെ ഞങ്ങൾ എന്താ ചെയ്യുമായിരുന്നു, അതിന് കണ്ണിമാങ്ങ ആയിരിക്കുമ്പോഴേ അതിനെ പറിച്ച് എല്ലാം ഉപ്പിലിട്ട് വെക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് മാവാണ് അത്. പിന്നെ അതിൻ്റെ നമ്മൾ പറിക്കാതെ പോയ കുറേ മാങ്ങയൊക്കെ വീഴുമ്പം ഞങ്ങളിങ്ങനെ തിരുമ്മി ജ്യൂസി ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ അമ്മയായിട്ട് കുടിക്കുമായിരുന്നു. ഞാൻ റോസുകൾ വെള്ളം മുസമ്പി. ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ മൊത്തം മിനിയമ്മയാണ്, എല്ലാം സെറ്റ് ചെയ്ത മിനിയമ്മയാണ്. ഓക്കെ, ഇതൊക്കെ മിനിയമ്മയുടെ എന്തൊക്കെയാണ്. ഐ തിങ്ക് ദിസ് ഇസ് ചോളം കോൺ, അസിൻ കോൺ. അവിടെ ചാമ്പ, ദിസ് എന്നെ വലിയ ചാമ്പയായിരുന്നു. പടി ഞാനും കുഞ്ഞാരിയും കൂടെ സ്കൂൾ വിട്ട് വരും. അപ്പോൾ കുഞ്ഞാരി ആദ്യമേ വരുന്നത് ആണെന്ന് തോന്നുന്നു. ഞാൻ ആണെന്ന് തോന്നേ. എന്നിട്ട് കുഞ്ഞാരി ആദ്യമേ വന്നിട്ട് കുഞ്ഞാരി മരത്തെ കയറിയിരിക്കും. എന്നിട്ട് ഫ്രോസൺ അതേ പാട്ട് പാടും, ഡു യു വാണ്ട് ടു ബിൽഡ് എ സ്നോമാൻ. ഞാൻ കയറി വരും, ഇതിലൂടെ ഞാൻ കയറി വരും. ഓക്കെ, ഇതിലൂടെ കാണാമോ, ഇതിലൂടെയോ, ഇതിലൂടെ അതിലൂടെ തന്നെ സോറി അതിലൂടെ ഞാൻ കയറി വരും. അതിലൂടെ ഞാൻ കയറി വരുമ്പോൾ അവൾ മരത്തെ പോലെ ഡു യു വാണ്ട് ടു ബിൽഡ് എ സ്നോമാൻ അങ്ങനെ പാടും. അപ്പോൾ ഞാൻ ബായിലിട്ടിട്ട് ഊരി പറഞ്ഞിട്ട് ചാമ്പയിൽ കയറും. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കുറേ നേരെ വരുന്ന ഈ ചാമ്പയുടെ മുകളിൽ കുറേ നേരെ വരുന്ന ചാമ്പയ്ക്ക പറിച്ച് തിന്നും. ചാമ്പയ്ക്ക പറിച്ച് തിന്നിട്ട് അമ്മയുടെ ഫോണിൽ, അത് നമ്മുടെ ഫോൺ മാത്രമാണല്ലോ, അമ്മയുടെ ഫോണിൽ കുറേ ഫോട്ടോ എടുക്കും. അതെല്ലാം അമ്മ വൈകുന്നേരം കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. അതിൻ്റെ പിറ്റേ ദിവസം ഇത് തന്നെ. അന്നൊക്കെ ഞങ്ങൾ യുക്കാൻ പെർഫെക്റ്റിൻ്റെ അഡിക്റ്റ് ആയിരുന്നു. എല്ലാ ഫിൽറ്ററിലും 5 ഫോട്ടോ വേണം.
അങ്ങനെയായിരുന്നു. ഓക്കെ, പിന്നെ അതാണ് ഞങ്ങളുടെ കുട്ടി വീട്. കുട്ടി വീട് നല്ല മണം വരുന്നുണ്ട്. ബിരിയാമ്പ് വരണം താക്കോലുമായിട്ട്. മിനി ജോസ് വാതിൽ തുറക്കുകയാണ്. യെസ്, എന്തായാലും പൂത്ത് നിൽക്കുന്നത് എന്ത് രസമല്ലേ, കണ്ടോ. സോ ഞങ്ങളുടെ ഇടവഴി വാസ് ലിറ്ററലി മന്ദാരം തണലിട്ടൊരു ഇടവഴിയിൽ. സി അതുണ്ടോ പൂ നിൽക്കുന്നേ. വേറൊരു സൂത്രം കാണിച്ചു തരാം. എനിക്കറിയത്തില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ കുട്ടികളെ. ബട്ട് ദിസ് ഈസ് ദ വനില പ്ലാന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ വനില ബീൻസ്, യുവർ വനില ഫ്ലേവേർഡ് ഐസ്ക്രീം ഉണ്ടാകുന്ന ചെടി. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പൂവിട്ട് കഴിയുമ്പം പൂവ് ഇത് പോളിനേഷൻ ചെയ്യണം. പോളിനേഷൻ ചെയ്ത് കഴിയുമ്പോഴേ വനില ബീൻസ് ഉണ്ടാകത്തുള്ളൂ. ബട്ട് ആ പോളിനേഷൻ ചെയ്യാൻ എനിക്കറിയത്തില്ല. ആൻഡ് ഐ തിങ്ക് നെയ്തർ മൈ ഡാഡ് നോർ മൈ മദർ നോസ് ഹൗ ടു ഡു ഇറ്റ്. ലൈക്ക് എൻ്റെ വലിയപ്പൻ അറിയാവുന്ന, ബട്ട് ഹി ഡിഡ്ന്റ് പാസ് ഡൗൺ ദാറ്റ് ട്രൈറ്റർ. എന്തൊരു വനില ഉണ്ടായേനെ. ഐ ലവ് വനില സോ മച്ച്. എന്ത് സ്മെല്ലാന്നറിയോ. പണ്ട് ഇവിടെ ചുമ്മാ വനില ബീൻസ് ഉണ്ടായിരുന്നു. ലിറ്ററലി ഹെവൻ. എന്ത് സ്മെല്ലായിരുന്നു. സോ ഗുഡ്. ഇത് എന്നെ അമ്മ ഇത് മുഴുവൻ മണ്ണ് നിറഞ്ഞ് കുഞ്ഞായല്ലോ. സി ഇത്രേ ഉള്ളൂ. ഇറ്റ് വാസ് ലൈക്ക് എന്തിൻ്റെ ഇവിടെ തൊട്ട് ഇങ്ങനെ ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മണ്ണ് വീണ് നിറഞ്ഞു പോയി. നിങ്ങളെ ഭയങ്കര വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന്. ഞാനും കുഞ്ഞാരികളെ വഴക്കുണ്ടാക്കി ഇവിടെ കുളിക്കാം. ഞാൻ എപ്പോഴും കുഞ്ഞാരിയോട് വഴക്കുണ്ടാക്കുമായിരുന്നു. ഇഫ് ഐ സേ otherwise in this video, she will find it out and she will kill me. So I'm scared of her and I'm telling. I used to bully her when we were kids. See, വാൽമക്രി അടുത്ത വെള്ളമാണ്. ഈ പറമ്പിലാണ് ഞാൻ പശുവിനെ കൊണ്ട് നടന്ന് വീണ് കാലുള്ളക്കി കിടന്നത്. ബിഗ് സ്റ്റോറി പിന്നെ പറയാം. ഈ ചെടിക്ക് ഒരു പൂവുണ്ടാവും, നല്ല രസമാണ് കാണാൻ. ജീസ് വൺ. ഇതെനിക്കറിയാം. ഇതിപ്പോൾ എല്ലാവരും മറ്റേ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വെക്കുന്നതല്ലേ. വി ഹാഡ് എന്തിന്തി രാവിലെ എനിക്ക് ഇങ്ങനെയൊക്കെ കുറേ എണ്ണമായല്ലോ. വി ഹാഡ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് അറൗണ്ട് അവർ ഹോം. സോ ഞങ്ങൾക്ക് ഇതൊരു പുതുമയല്ല. നല്ല രസത്തോടെ ഇരിക്കാം. സി എന്ത് ക്ലിയർ വെള്ളമാണുണ്ടോ. ഈ വെള്ളത്തിലൊക്കെ ഞങ്ങൾ എന്തോരം മുങ്ങിച്ചെത്തിട്ടുണ്ടെന്ന്. My nails though, yeah, that good. മുടിയുണ്ടോ അമ്മ സൂര്യപ്രകാശത്തില്? മുള്ള പക്ഷിയെ പോലെ ഇല്ലേ? ഫുഡ് കഴിക്കും. ഇത് കണ്ടോ, പൊറോട്ടയും സാമ്പാറും എൻ്റെ 5 മുട്ടയും. നമ്മുടെ പൊറോട്ട സാമ്പാറും. എനിക്ക് പ്രോട്ടീനൊന്നും ഇല്ല. ഇനി പറയുന്ന പ്രോട്ടീൻ ഇല്ലാതെയും ജീവിക്കാമെന്നാണ്. ഓക്കെ, കാപ്പിക്കുരി വറക്കുക. ഇതാണോ പോയതാണെടുത്ത് അതെല്ലാം പെറുക്കി നമ്മൾ കൂട്ടും. Some 90 minimum 90.
പിച്ചൊക്കെ ഐ തിങ്ക് മറ്റേ കസ്റ്റാർഡ് ആപ്പിളാണെന്ന് എനിക്ക് പറഞ്ഞാൽ ആത്തയ്ക്ക. മാവ്, തെങ്ങ്, നാരകം എല്ലാം ഉണ്ട്. അതിലിരിക്കാൻ നല്ല സുഖമായിരിക്കും. ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു ഊഞ്ഞാലൊക്കെ ചേച്ചി ഇത് സെറ്റ് ചെയ്തേനെ. ഓക്കെ ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഗുഡ്. നമുക്ക് ചാരിയിരിക്കാൻ ഓക്കെ സെറ്റായി. ഇത് കൊള്ളാം. രസമൊന്നുണ്ടോ മാവിലിരിക്കുന്ന? പക്ഷെ മുടി വെച്ചിട്ടുള്ള പക്ഷെ ഒന്നുള്ളൊക്കെ എന്നാ കളി ഹെയർ മുടി അങ്ങ് വളർന്ന് ഭയങ്കരമായിട്ട്. ഐ വാസ് തിങ്കിങ് ഇത്ര അങ്ങ് വെട്ടിക്കളഞ്ഞാലോന്ന്. പണ്ടൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോയിടുമായിരുന്നു, ഇനി യൂട്യൂബിലിടാം. അപ്പോൾ ആരെങ്കിലും ഇവിടെ വരെയൊക്കെ കണ്ടാൽ ഇതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കുന്നത്, ആരെങ്കിലും ഇവിടെ വരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരിടുക. ഓക്കെ ഓക്കെ, ചാമയും മുടി പച്ചണോ വേണ്ടായോ? ഹലോ, I love this, yeah. I don't know what, but I love this. ഇതാണ് ഈ മരമൊക്കെ നിൽക്കണം. ഈ ഓലി പൈപ്പിട്ടി കണ്ടോ? ഈ വെള്ളം കുടിക്കാൻ കൊള്ളാം, സൂപ്പർ ടേസ്റ്റാണ്. വെള്ളത്തിന് സൂപ്പർ ടേസ്റ്റാണ് നാത്തോടെ കാണായിരിക്കും. സൂപ്പർ ടേസ്റ്റാണ് സത്യം കേട്ടോ. കുറച്ച് നേരം ഇവിടെ വെച്ച് വെള്ളം കുടിച്ചിട്ട് ഇവിടെ കാലിട്ടിരിക്കാം. പോലെ പിന്നെ ഇതിലല്ലേ ഇപ്പോഴാ ഓയില് വെള്ളം കണ്ടോ? നല്ല രസമല്ലേ? നല്ല രസം, നല്ല ചിലപ്പോൾ അറിയാമോ? കാല് സന്തോഷമായി. ഒന്നുമില്ല, ചിച്ചൊന്നുമില്ല, പക്ഷെ പാമ്പൊക്കെ കാണും, അതിനെയൊക്കെ സൂക്ഷിക്കണം. നല്ല രസമല്ലേ? ഇതിനെ കൂടെ പറിച്ചോളാമല്ലേ? കണ്ടോ, ഇതൊരു പാറയെ പറ്റിയാണ്. കണ്ടവനങ്ങനെ ഈ പാറയെ പറ്റിയാണ് എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഒരു കൊഞ്ചൊക്കെ പോലെ ഇരിക്കും. കണ്ടോ പോകുന്നുണ്ടോ? കണ്ടോ ഇതുണ്ടോ? ഇത് കണ്ടോ? ഇത് കാലൊക്കെ കണ്ടോ? എൻ്റെ ഇച്ചിക്കാലൊക്കെ സുന്ദരി കാലായി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം കാണിക്കാവേ. ഇതെന്നാന്നറിയോ? ഡിസൈനൊക്കെ ഉണ്ട്. ഇതെന്നാന്ന് വെച്ചാൽ നടുക്കൊരു കുഴി കണ്ടോ? ആ കുഴിക്കകത്ത് പണ്ട് ഞങ്ങൾ മുളക് പൊട്ടിക്കുമ്പോൾ കാന്താരി മുളകും ഉപ്പും പിന്നെ കുഞ്ഞുള്ളിയും ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് തവിയുടെ അറ്റം വെച്ച് ചതയ്ക്കുമായിരുന്നു. എന്നിട്ട് മുളകുണ്ടാക്കുമായിരുന്നു കപ്പയ്ക്ക് കൂട്ടാൻ വേണ്ടി. നൊസ്റ്റാൾജിയ. ഞാൻ വീട്ടിൽ കൊണ്ടുപോവാം. ഇവിടെ പെയിൻ്റ് അടിക്കാം. ചുമരികല്ലേ, ഒരു പണിയായിക്കോളും. നല്ല രസമില്ലേ? കുറേ ഇവിടെ ചെതലടിച്ചു കുറേ, കണ്ടോ? ഇപ്പോൾ കഴുകി എടുത്ത് കഴിയുമ്പോഴത്തേനും അതും അതിൻ്റെ ഒരു ഇതാവും, പാട്ടാവും. ഇതാണ് ഗിരിയമ്പൂ. ഗിരിയമ്പൂ ഒരു കൊമ്പൊടിഞ്ഞ് വരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യാൻ പോയി. ഞാനല്ല ഗ്രാമ്പൂനെ പറിക്കാൻ പോയത്. ആണോ? ഇത് പച്ച ഗ്രാമ്പൂ. ഗ്രാമ്പൂ ഇച്ചിരി കൂടെ പഴുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാവും.
ഇത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ റെഡാവും. നല്ല രസമാണ് കാണാൻ. ഞാനിങ്ങനെ വെള്ളത്തിൽ കുളിച്ചു, ആറ്റിച്ചാടി നീന്തി, എന്നിട്ട് ഞങ്ങൾ കയറ്റം കയറുക. അങ്ങ് കയറി പോകണം. മിനി ജോർജ് ഈസ് ഡൂയിങ് ഹർ സിഗ്നേച്ചർ കുളിപ്പിന്നൽ. ആൻഡ് എൻ്റെ ഗേൾസ് എല്ലാം 5 ദശ കൂടെ പാറിപ്പോയിരിക്കുന്നു. ഇന്നലെ ചെയ്താണ് കളി കയറി റൊട്ടീൻ. കൂടെ വന്നാൽ പറിച്ചോണ്ട് പോകാം പാപ്പിക്ക് കളിക്കാൻ. ചാലൻ അതുപോലെ മതി അമ്മ, പാപ്പിക്ക് അത്രയൊക്കെ മതി. എന്നാ ഇതും കൂടെ ഓരോന്നായിട്ടേ കൊടുക്കാവുള്ളൂ. എല്ലാം കൂടെ കൊടുത്താൽ അവനെ ഇഷ്ടപ്പെടത്തില്ല, അഹങ്കാരമാവും അവന്. ഞങ്ങൾ ഇനി കയറ്റം കയറി വെച്ചെന്ന ബസ് കയറി വീട്ടിൽ പോകും അല്ലേ അമ്മ? അത്ര ഉള്ളൂ. ടാറ്റ. ഈ അമ്മ ടാറ്റ കൊടുക്കുക. ബൈ ബൈ. ഓക്കെ. See you.